ആശാ മേനോൻ്റെ അലയാഴി സമസ്ഥലി ഹിമസ്ഥലി എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിൽ പുസ്തകം ഏറ്റുവാങ്ങാനും പുസ്തകത്തെക്കുറിച്ച് 2 വാക്ക് പറയാനും എനിക്ക് കിട്ടിയ അവസരത്തിന് ഞാൻ ഫാദറിനോട് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ആദ്യം തന്നെ പ്രകടിപ്പിക്കുകയാണ്. ആശാ മേനോൻ്റെ പുസ്തകം എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട, ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എനിക്ക് എന്നെക്കൊണ്ട് സാധിച്ച ഏറ്റവും വലിയൊരു കാര്യം അദ്ദേഹത്തിൻ്റെ സാഹിത്യം ഒന്ന് പഠിക്കാൻ കഴിഞ്ഞു. അതിനെക്കുറിച്ചൊരു എനിക്കറിയാവുന്ന കാര്യങ്ങൾ പുസ്തകത്തിൽ എഴുതി വയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് ഏറ്റവും കൃതാർത്ഥത നൽകുന്നൊരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാഹിത്യം അത് മനസ്സിലാക്കാനും സാധിച്ചു എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പോൾ ആശാ മേനോൻ്റെ യാത്രാവിവരണത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ജോണി സാറ് ആശാ മേനോൻ എന്നുള്ള എഴുത്തുകാരനെയും നിരൂപകനെയും ഒക്കെ ഇവിടെ പരാമർശിക്കുകയുണ്ടായി. നിരൂപകൻ അദ്ദേഹത്തിൻ്റെ ആശാ മേനോൻ്റെ രീതിയിൽ നിരൂപകൻ എന്ന് പറഞ്ഞാൽ എഴുത്തുകാരൻ ബാക്കി വെച്ച മൗനങ്ങളിലൂടെ സഞ്ചരിച്ച് ആ കഥയിൽ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് സ്വയം ചിന്തിച്ച് സ്വന്തമായ ചിന്തകളെ എഴുതി വയ്ക്കുമ്പോഴാണ് അത് നിരൂപണമാകുന്നത്. വിമർശനം എന്ന് പറഞ്ഞാൽ ഒരു എന്ന് പറഞ്ഞാൽ ചിന്തിച്ച് മനനം ചെയ്യുക എന്നുള്ള വാക്കാണ് അർത്ഥം. അപ്പോൾ ആ വിമർശകൻ കുറ്റം പറയുക എന്നുള്ള അർത്ഥമല്ല വിമർശകൻ എന്നുള്ള വാക്കിന്. മനനം ചെയ്ത് എഴുത്തുകാരൻ എഴുതി വെച്ച കാര്യം മനനം ചെയ്ത് അതിൽ തനിക്ക് തോന്നുന്ന കാര്യങ്ങളും കൂടി സർഗാത്മകമായി ചേർത്ത് വെച്ച് പുതിയൊരു വാങ്മയം സൃഷ്ടിക്കുന്നതാണ് നിരൂപകൻ്റെ ധർമ്മം. അതുകൊണ്ട് ഈ എഴുത്തുകാരന് സർഗാത്മകതയില്ല, വിമർശകന് സർഗാത്മകതയില്ല എന്നുള്ള ആരോപണം ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വിമർശകൻ സ്വന്തമായ ചിന്തകളെ അതിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അപ്പോൾ യാത്രാവിവരണം മാത്രമായിരുന്നില്ല ആശാ മേനോൻ, നിരൂപകനായിരുന്നു, പാരിസ്ഥിതിക ചിന്തകനാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റാണ് അദ്ദേഹത്തെക്കുറിച്ച്. പ്രകൃതി എന്നാൽ എന്താണ്, നമ്മൾ ഈ ഏറ്റവും സമീപസ്ഥമായ പ്രകൃതി സ്വന്തം ദേഹമാണ് എന്ന് പറയുന്ന ആ ജീവൻ മുഴുവനും ഒറ്റയൊരു എൻറ്റിറ്റിയാണ്, ഒരൊറ്റ എൻറ്റിറ്റിയാണ്. അതിനെക്കുറിച്ചുള്ള നമ്മളെല്ലാവരും സഹോദരന്മാരാണെന്നൊക്കെ പറയും. നമ്മുടെ വസുധൈവ കുടുംബകം എന്നൊരു തത്വം നമ്മുടെ ഉപനിഷത്തുകളിലൊക്കെ പ്രസ്താവിക്കുന്നുണ്ട്. ലോകമേ തറവാട് തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടി തൻ കുടുംബക്കാർ എന്നൊക്കെ പറയുന്നത് പോലെ ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളും സ്വന്തമായ സഹോദരന്മാരാണ്. അതായത് ഈ OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ നടക്കാനിറങ്ങിയ 2 ജീവബിന്ദുക്കളെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. കുറേ നാൾ നടന്നു കഴിഞ്ഞപ്പോൾ അവർ രണ്ട് സ്പീഷീസിലെ ജീവികളായി. തമ്മിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഏട്ടത്തി നീ എന്നെ അറിഞ്ഞില്ലേ എന്ന്, അനിയത്തി നീ എന്നെ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്ന പോലെ വിഭജിച്ച് വന്ന് പല പല സ്പീഷീസിലായിപ്പോയ നാം എല്ലാം ഒരേ ഒരു ജീവൻ്റെ ഭാഗമാണെന്നും അതെല്ലാം ഒന്നിച്ചു ചേർന്നതാണ് ഈ പ്രപഞ്ചമെന്നും ഒറ്റ ഒരു ജീവനാണ് ഉള്ളതെന്നൊക്കെയുള്ള ആ തത്വമാണ് പാരിസ്ഥിതിക ആത്മീയതയിലേക്ക് നയിക്കുന്നത്. ആശാ മേനോൻ പാരിസ്ഥിതിക ആത്മീയതയുടെ ഏറ്റവും വലിയൊരു പ്രയോക്താവാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ സാഹിത്യ യാത്രാവിവരണ കൃതികൾ യാത്രാവിവരണം മാത്രമല്ല, വിമർശനവും അദ്ദേഹത്തിൻ്റെ പാരിസ്ഥിതിക ചിന്തയും പരിസ്ഥിതി ചിന്തയിലാണെങ്കിൽ സഞ്ചാരവും വിമർശനവും ഉണ്ടാവും. വിമർശനത്തിൽ പാരിസ്ഥിതിക ചിന്ത ഉണ്ടാവും. അങ്ങനെ ഓരോന്നും ഇൻ്റർമിങ്കിൾഡായിട്ടിരിക്കുകയാണ്, എല്ലാം തമ്മിൽ കലർന്നാണ്. അതിൽ ആശാ മേനോൻ ഇന്ന പുസ്തകം വിമർശനമാണ്, ഇന്ന പുസ്തകം സഞ്ചാരമാണെന്ന് നമുക്ക് വേർതിരിക്കാൻ സാധിക്കുകയില്ല. അത്രയും എല്ലാം തമ്മിൽ കലർന്ന രീതിയിലാണ് അദ്ദേഹത്തിൽ നിലനിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സഞ്ചാര വിവരണം നമ്മുടെ അടരുന്ന കക്കകളുള്ള അതിലുള്ളൊരു ഹൈക്കു എല്ലാവരും എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ദൃഢമായി കൂടിച്ചേർന്ന കക്കകൾ ശിശിരത്തിൽ അടരുന്നത് പോലെ എനിക്ക് ഇനിയും വഴിത്താരകളിലേക്ക് അടരേണ്ടതുണ്ട് ഇവിടെ സുഹൃത്തുക്കളെ എന്നാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സഞ്ചാര വിവരണത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത്. യാത്രയിലേക്ക് നമ്മൾ ഉദ്യുക്തരാകുകയാണ്. അതായത് യാത്രയിൽ ഊരിക്കൂടുന്ന സംഘമില്ലായ്മ, അതായത് ഒരു സ്ഥലം കണ്ടു അതിലങ്ങ് അറ്റാച്ച്ഡായി പോവാതെ അതിൽ നിന്ന് നടന്ന് വീണ്ടും വഴിത്താരയിലേക്ക് പോകുന്ന ആ രീതിയാണ് അദ്ദേഹം ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു പഞ്ഞിത്തുണ്ട് പോലെ ഞെറ്റിൽ നിന്ന് അറ്റു വീണ ഇല പോലെ ഭാരരഹിതമായി അതത് നിമിഷങ്ങളുടെ ഉണ്മയിൽ നിന്നുകൊണ്ട് മതിയാവോളം യാത്ര ചെയ്യുക. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു തത്വം. യാത്രയെ സംബന്ധിച്ചിടത്തോളം വെറുതെ ഒരു യാത്ര കണ്ടു അത് മനസ്സിലാക്കി അങ്ങനെ പോവുകയല്ല. യാത്രയുടെ ആന്തരാർത്ഥങ്ങൾ എന്താണെന്നും ആ യാത്രയിൽ കൂടിയുള്ള ആന്തരയാത്രകളാണ് അദ്ദേഹം കൂടുതലായി ശ്രദ്ധിക്കുന്നത്. 2-3 യാത്രകളിൽ അദ്ദേഹത്തോടൊപ്പം പോകാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആ യാത്രാവസരങ്ങളിൽ അദ്ദേഹം നിർമ്മമനായി വെറുതെ നിസ്സംഗനായി നിൽക്കുമ്പോഴും ഈ ചിന്തകളെല്ലാം അദ്ദേഹത്തിൻ്റെ ഉള്ളിലൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളത് യാത്രാവിവരണം വരുമ്പോൾ മാത്രമാണ് മനസ്സിലാകുന്നത്. അത്ര സാധാരണ രീതിയിലാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. ഒന്ന് എഴുതിയെടുക്കുക പോലും ചെയ്യാറില്ല ഒരു വിവരവും. പക്ഷേ അദ്ദേഹത്തിൻ്റെ യാത്രാവിവരണം കാണുമ്പോൾ നമുക്ക് വളരെ ഒരു ഹൃദയംഗമായ രീതിയിൽ ആ യാത്രയെ അദ്ദേഹം കാണുന്നത് നമുക്ക് മനസ്സിലാവും. നിസ്സംഗതയും നിർലേപതയും ഒക്കെയുള്ള ആ രീതിയിൽ സൗന്ദര്യ പ്രദർശനം യാത്രാവിവരണത്തിൽ നമ്മൾ വലിയ
ആ സ്ഥലങ്ങളുടെ വിവരങ്ങൾ, അതായത് അവിടെ എന്തെല്ലാം കാണാം, അവിടെ എന്തെല്ലാം നമുക്ക് ഭൗതികമായ രസങ്ങളും സുഖാനുഭൂതികളും കിട്ടുമെന്നുള്ളതിനേക്കാൾ അപ്പുറം അതിൻ്റെ ഒരു നമുക്ക് ഉള്ളിലേക്ക് എന്ത് ആവാഹിച്ചെടുക്കാൻ കഴിഞ്ഞു ഓരോ യാത്രയിൽ നിന്നും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനമായ പ്രമേയമായിട്ട് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ചരിത്രവും സ്വപ്നവും ഒക്കെ ഇറങ്ങുന്ന ഭൂപഥങ്ങളിലൂടെ, ഹിമാവൃതമായ പർവ്വതസാനുക്കളിലൂടെയും ബുദ്ധൻ്റെ പ്രാർത്ഥനാചക്രങ്ങൾ തിരിയുന്ന സന്യാസി മഠങ്ങളിലൂടെയൊക്കെ, കാലത്തിൻ്റെ കുളമ്പടികൾ മുഴങ്ങുന്ന ശിലാസമുച്ചയങ്ങളിലൂടെയൊക്കെ അദ്ദേഹം യാത്ര ചെയ്യുമ്പോഴും അദ്ദേഹം ഹൃദയത്തിൽ ഇങ്ങനെ ഈ യാത്രയിലേക്ക് നിർലേപമായിട്ടാണ്, യാത്രയിലേക്ക് അറ്റാച്ച്ഡ് അല്ലാതെ യാത്രയുടെ ഓരോ ആസ്പെക്റ്റിനെ നോക്കിക്കാണുകയാണ്. വൈകാരികമായ ആഭിമുഖ്യം അല്ല അദ്ദേഹത്തിനുള്ളത്. വൈകാരികമല്ലാത്ത ഒരു മാനസികമായ നിസ്സംഗമായ ഒരു ഭാവത്തോടെയാണ് അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുന്നത് അതെല്ലാം. അപ്പം സ്നോ ലെപ്പേർഡ് എന്നുള്ള ഒരു സെൻ ആചാര്യനായ ശ്രീ പീറ്റർ മാത്തിസൺ എഴുതിയ ഒരു പുസ്തകമാണ് സ്നോ ലെപ്പേർഡ്, മഞ്ഞുപുലി. അതായത് നേപ്പാളിലെ ഒരു അന്നപൂർണ ശൃംഗങ്ങളിൽ മഞ്ഞുപുലി എന്നൊരു എക്സ്റ്റിങ്ക്റ്റ് ആകാറായ ഒരു ജീവിയെ അന്വേഷിച്ച് പോകുന്ന ജോർജ് ഷാലറും പീറ്റർ മാത്തിസണും അതിനെ അന്വേഷിച്ച് നടന്ന് അവസാനം അതിന് കാണാത്തത് തന്നെയാണ് ഏറ്റവും സാഫല്യം എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് ഈ മാത്തിസൺ എത്തിച്ചേരുകയാണ്. മഞ്ഞുപുലി നമുക്ക് കാണാറാകുമ്പോൾ അതിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും, അല്ലെങ്കിൽ എനിക്കത് കാണാതിരിക്കുകയാണ് എൻ്റെ നിയോഗം എന്നുള്ള മട്ടിൽ അദ്ദേഹം സംതൃപ്തനായിട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ആശമേനോൻ ആ സെൻ ബുദ്ധിസ്റ്റ് മനോഭാവമാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. അതായത് ഒരു കാഴ്ച കാണാൻ പോയിട്ട് എനിക്കത് കാണാൻ പറ്റിയില്ലെങ്കിൽ അതെനിക്ക് ആയിട്ടില്ല, എനിക്ക് എൻ്റെ സമയമായിട്ടില്ല. ഈ പുസ്തകത്തിൽ തന്നെ ഇതിനു മുമ്പും പലയിടത്തും സംപ്രാപ്തമാവാത്ത യാത്രകളെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പോയി അവിടെ വരെ എത്തിയിട്ട് കാണാൻ, ഈ ലാൻഡ് സ്ലൈഡൊക്കെ വന്ന ഹിമാലയത്തിലൊക്കെ ലാൻഡ് സ്ലൈഡും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് കാണാൻ പോകാതെ അവിടെ വരെ എത്തിയിട്ട് തിരിച്ചു പോകുന്ന പല യാത്രകളും ഉണ്ട്. അപ്പോൾ പറയുന്നത് എനിക്കതിനുള്ള സമയമായിട്ടില്ല എന്നുള്ളൊരു സാന്ത്വനം ഉള്ളിൽ ഉൾക്കൊണ്ട് സ്വസ്ഥമായി തിരിച്ചു വരുന്ന അദ്ദേഹം ആ സെൻ ബുദ്ധിസവും പാരിസ്ഥിതിക ആത്മീയതയും എല്ലാം നോക്കുമ്പോൾ മലയാളത്തെ മാത്തിസൺ നിന്ന് തന്നെ നമുക്ക് ആശാമേനോനെ വിളിക്കാൻ കഴിയുന്നതാണ്. അത്ര അതിനോട് അനുയോജ്യമായ ഒരു ഭാവ രീതികളാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ നമ്മൾ കാണുന്നത്. തപോവനസ്വാമികളുടെ യാത്ര, മലയാളത്തിലെ ആദ്യത്തെ യാത്രികനായ, ഹിമാലയത്തിലെ ആദ്യത്തെ മലയാള യാത്രികനായ തപോവനസ്വാമികളുടെയും ഒക്കെ ആന്തര വീര്യങ്ങൾ അദ്ദേഹം, ആത്മീയ വീര്യങ്ങൾ അദ്ദേഹം സ്വാംശീകരിച്ചിട്ടുണ്ട്. അടരുന്ന കക്കുകൾ, ഹിമാലയ പ്രത്യക്ഷങ്ങൾ, പിന്നെ ഹിമാലയത്തിലെ നിസ്സാന്തനങ്ങൾ, ബുദ്ധൻ്റെ ശ്രുതിഭാചനങ്ങൾ, ഉത്തരേന്ത്യൻ ഗ്രീഷ്മത്തിലൂടെ, അംബാവനത്തിലെ കാറ്റും, ബുംല പാസിലെ മഞ്ഞും എന്നിങ്ങനെ 5 പുസ്തകങ്ങളായിരുന്നു യാത്രാവിവരണ പുസ്തകങ്ങളായിട്ട് ആശാമേനോനുണ്ടായിരുന്നത്. ഇത് 6ാമത്തെ പുസ്തകമാണ്. അലയാഴി, ഹിമസ്ഥലി, സമസ്ഥലി എന്ന ഈ പുസ്തകത്തിലെ മനോഹരമായി അണിയിച്ചൊരുക്കിയ പൂർണ്ണ പബ്ലിക്കേഷൻസിന് ആദ്യമായി നന്ദി പറയുകയാണ്. വളരെ മനോഹരമായ ശിവലിംഗ ശൃംഗത്തിൻ്റെ പടമാണെന്ന് എനിക്ക് മനസ്സിലായത്. ശിവലിംഗ ശൃംഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗംഗോത്രിയിൽ നിന്നും ഗോമുഖിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് പ്രത്യക്ഷമാകുന്ന ഒരു മഹാപർവ്വതമാണ്. ദൈവിക പ്രത്യക്ഷം പോലെ തോന്നുന്ന ഒരു അനുഭവമാണ്. അത് നേരിട്ട് ഞാൻ കാണാനിടയായി. അപ്പോൾ എനിക്ക് തോന്നിയത് അത്ര മനോഹരമായ ഒരു പർവ്വതമാണ്. അതാണ് ഇതിൻ്റെ മുഖചിത്രമായി വന്നിരിക്കുന്നത്. മനോഹരമായൊരു പുസ്തകമാണ്. അത് ഞാൻ വായിച്ച് അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെ എനിക്ക് തോന്നിയത് ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട്. സഞ്ചാര വിവരണങ്ങളിലാണ് ആശാമേനോൻ്റെ ആത്മബിംബം കൂടുതൽ പുറത്തു വരുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് യാത്രയിൽ അനാവൃതമാകുന്ന ചരിത്രവും സംസ്കാരവും ആത്മാന്വേഷണങ്ങളൊക്കെ അദ്ദേഹം തൻ്റെ എഴുത്തിലേക്ക് ഉത്ഗ്രഹം ചെയ്യുകയാണ് ഉണ്ടായത്. ആത്മഭാഷണങ്ങളും മൗനങ്ങളും ധ്യാനങ്ങളും ഉപനിഷത്ത് ചിന്തകളും ഇടകലരുന്ന ആ സഞ്ചാര അനുഭവങ്ങൾ വേറിട്ട ഒരു അനുഭവം തന്നെയായിട്ട് വായനക്കാരോട് മനസ്സിൽ പതിയും. അദ്ദേഹം എഴുതിയിരുന്ന ആദ്യത്തെ പുസ്തകത്തിലുണ്ട്, നമ്മളിൽ ഓരോരുത്തരിലും ഓരോ നോമാഡുണ്ട്. അതായത് അലഞ്ഞു നടക്കുന്ന ജിപ്സി പോലുള്ള ഒരു നോമാഡ് എല്ലാവരുടെയും ഉള്ളിലുണ്ട്. അലഞ്ഞു നടക്കാനും കാഴ്ചകൾ കാണാനും ഇഷ്ടമുള്ള ഒരാൾ എല്ലാവരുടെയും ഉള്ളിൽ കുട്ടിക്കാലത്തും ഉണ്ടാവും. പക്ഷെ വളരുമ്പോൾ പലരും അത് വേണ്ടെന്ന് വയ്ക്കും. ജീവിത വ്യഗ്രതയിലേക്ക് മുങ്ങിക്കഴിയുമ്പോൾ ഇങ്ങനെ അലയാനും സഞ്ചരിക്കാനും ഒന്നും ആർക്കും സാഹചര്യം ഉണ്ടാവാറില്ല. പക്ഷേ ചിലരത് കളയാതെ സൂക്ഷിച്ചു വയ്ക്കും. അങ്ങനെയുള്ളവരാണ് ഭാവിയിൽ വലിയ സഞ്ചാരികളായി മാറുന്നതെന്നാണ് പറയുന്നത്. ആശാമേനോൻ്റെ യാത്രാവിവരണങ്ങൾ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര എന്നെ സംബന്ധിച്ചുള്ള പറയാണ്, വായിക്കുന്തോറും വീണ്ടും വീണ്ടും അത് വായിക്കാൻ തോന്നും. ആ യാത്രകളിലേക്ക് അതുപോലെ യാത്ര ചെയ്യാനുള്ള ഒരു ആഗ്രഹമുണ്ടാവും. അദ്ദേഹത്തിൻ്റെ യാത്രാവിവരണങ്ങൾ വായിച്ച ശേഷം ഞാൻ 10 പ്രാവശ്യം ഹിമാലയ യാത്ര നടത്തിയിട്ടുണ്ടായി. ആ പുസ്തകങ്ങളിലുള്ള ആവേശം കൊണ്ടാണ് പിന്നെയും പോകണമെന്നുള്ള ആഗ്രഹം നമുക്ക് മതിയാവുന്നില്ല. അത്രയ്ക്കും ആ ഹിമശൈലങ്ങളുടെ ശോഭയും സൗന്ദര്യവും സാന്ത്വനവും നമ്മളെ ആ ദൈവികത എന്തൊക്കെയാണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് ഈ ഹിമം കാണുന്നത്. രുദ്രനാഥ് യാത്രയെക്കുറിച്ച് അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഹിമാലയ പ്രത്യക്ഷങ്ങളിൽ.
രുദ്രനാഥിലേക്ക് പോയ യാത്രയിൽ പല പ്രശ്നങ്ങളും, വളരെ ഉന്നതിയിലുള്ള പഞ്ചകേദാരങ്ങളിൽ എന്ന് പറയുന്ന 5 ശിവക്ഷേത്രങ്ങളിൽ ഏറ്റവും ഉയരത്തിലുള്ള ഒരു ശിവക്ഷേത്രമാണ് രുദ്രനാഥ്. അതിലേക്ക് പോകും വഴി അദ്ദേഹത്തിൻ്റെ വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്, 30ഓളം വർഷം മുമ്പ് അദ്ദേഹത്തിന് ഒരു സഹയാത്രികന് ചെറിയൊരു പരിക്ക് പറ്റിയതുകൊണ്ട് യാത്ര പൂർത്തിയാക്കാതെ തിരിച്ചു മടങ്ങേണ്ടി വന്നു. ആ ദുഃഖം അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്ത പോകണം എന്നുള്ള ഒരാഗ്രഹം ഒരു 15 വർഷം ഉള്ളിൽ സൂക്ഷിച്ച് അവസാനം എനിക്ക് ആ യാത്ര പോകാൻ സാധിച്ചു. വളരെ അനുഭവം, വളരെ ബുദ്ധിമുട്ടി, ശാരീരികമായ നല്ല ക്ഷമതയുള്ളവർക്കേ ആ യാത്ര പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എനിക്ക് അവിടെ പോകാൻ പറ്റി. അദ്ദേഹത്തിൻ്റെ ആ യാത്ര ഞാൻ പൂർത്തീകരിക്കുകയായിരുന്നു എന്ന് ഞാൻ വെറുതെ അഭിമാനിക്കുകയാണ് സ്വയം. അങ്ങനെയുള്ള ഒരുപാട് യാത്രകൾ, ഇദ്ദേഹത്തിൻ്റെ യാത്രാവിവരണങ്ങൾ വായിച്ച ശേഷം എനിക്ക് പോകാൻ പറ്റി. അദ്ദേഹത്തിൻ്റെ സഞ്ചാരവിവരണങ്ങളിലൂടെയാണ് ഞാൻ കൂടുതൽ സഞ്ചരിച്ചത്. അപ്പോൾ നമുക്ക് ഈ പുസ്തകത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാം എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ, സ്വപ്നവീതിയിലൂടെയുള്ള ഒരു യാത്ര പോലെയാണ് ആശാ മേനോൻ്റെ യാത്രകൾ എനിക്ക് തോന്നാറുള്ളത്. നമുക്കും അതിലേക്ക് വായിക്കും തോറും നമുക്കും പോകാം, നമുക്കും ചിറക് മുളച്ച ഒരു അനുഭവമാണ്, നമുക്കും പറക്കാം, ചിറക് കിട്ടി എന്നുള്ളൊരു അനുഭവമാണ്. വീണ്ടും പോകൂ എന്നൊരു മനസ്സിൽ ഇങ്ങനെ ഒരു നിർബന്ധം തോന്നുന്ന പോലത്തെ ഒരു അനുഭവമാണ്. അതിന് ആദ്യമായിട്ട് ഈ പുസ്തകം തുറക്കുമ്പോൾ ആശാ മേനോൻ്റെ മുഖമൊഴി കാണാം നമുക്ക്. വളരെ മനോഹരമായ മുഖമൊഴികളാണ് ആശാ മേനോൻ്റെ പുസ്തകങ്ങളിലെല്ലാം ഉള്ളത്. അദ്ദേഹം പറയുന്ന ഈ മഞ്ഞ് തുഹിന പ്രത്യക്ഷങ്ങൾ സീമാതീതമോ കാലാതീതമോ ഒക്കെയാണ്, മറ്റെങ്ങും ദൃശ്യമാവാത്ത മിഴിവ്, മഹാനാദത്തിൻ്റെ ഒരു മാത്ര. അതാണ് നമുക്കാർക്കും കേൾക്കാൻ പറ്റാത്ത ആ മഹാനാദം അദ്ദേഹം കേൾക്കുന്നുണ്ട്. പ്രപഞ്ചത്തിൻ്റെ ആ മഹാനാദത്തിൻ്റെ ഒരു മാത്രയാണ് നമുക്ക് കിട്ടുന്ന ആ കാഴ്ച കാണുമ്പോൾ. ആ മന്ത്രനാദം മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്തോത്രത്തിൽ നിന്നാണ് ഈ വാക്കുകൾ വരുന്നതെന്ന് നമുക്ക് നമ്മളെക്കാളുമൊക്കെ ഉന്നത നിലയിൽ ചിന്തിക്കുന്ന അതീന്ദ്രിയമായ കേൾവിയും കാഴ്ചയുമുള്ള ഒരു എഴുത്തുകാരിൽ നിന്നാണ് ഇങ്ങനത്തെ വാക്കുകൾ പുറത്തു വരികയുള്ളൂ. അദ്ദേഹത്തെക്കുറിച്ച് പത്മദാസ് എഴുതിയ ഒരു വളരെ മനോഹരമായ കവിത ഇതിൻ്റെ അവതാരികയായിട്ട് ചേർത്തിട്ടുണ്ട്. അവതാരിക എന്ന് പറയാം, കാരണം ആശാ മേനോൻ്റെ പുസ്തകങ്ങൾക്ക് അവതാരികകൾ പതിവില്ല. അപ്പോൾ ഈ പുസ്തകം അദ്ദേഹം ആദ്യമായിട്ട് ചേർന്ന് അതൊരു അവതാരികയുടെ ഫലം ചെയ്യുന്നുണ്ട്. അതിൻ്റെ 2-3 വരികൾ ഇപ്പോൾ ഇവിടെ വായിച്ചിരുന്നു. ഞാൻ ആദ്യത്തെ 2 വരികൾ വായിക്കാം. തീർത്ഥയാത്രകളെല്ലാം തീർത്ഥയാത്ര പോൽ കണ്ടിട്ടറിവിൻ ദീപപ്രഭ ജ്വലിപ്പിച്ചുയർത്തിയ താന്തസഞ്ചാരിൻ നമിക്കുന്നു നിന്തിരുമുന്നിൽ. തീർത്ഥയാത്രകളെല്ലാം തീർത്ഥയാത്ര പോൽ കണ്ടിട്ടറിവിൻ ദീപപ്രഭ ജ്വലിപ്പിച്ചുയർത്തിയ താന്തസഞ്ചാരിൻ നമിക്കുന്നു നിന്തിരുമുന്നിൽ. ഉത്തരപഥങ്ങളിൽ ദേവതാത്മാവാം നഗരാജനിൽ ചരിക്കവേ ഹിമധാവല്യം ചൂടും ബുദ്ധമന്ദിരങ്ങളിൽ മണിപത്മത്തിൻ പത്മമന്ദിര മധുരസ്വരം പങ്കെട്ടു പങ്കുവച്ചില്ലേ താങ്കൾ. ഒന്നു കാണുന്നു താങ്കൾ പത്തിരട്ടിയായതു പടർത്തി പുഷ്പിപ്പിച്ചു വാക്സ്പന്ദം പകരുമ്പോൾ ഞങ്ങൾ തൻ മസ്തിഷ്കത്തിൽ ഉദ്ഗതം നറുമണം വാഗതീതം ഉന്മത്തം വാക്കുപൂത്തതിൻ ഗന്ധം അത്രമേൽ ചേതോഹരം. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തിന് പറ്റിയൊരു ഉപമ. വാക്കുപൂത്തതിൻ ഗന്ധം, അതാണ് നമ്മളെ പുസ്തകത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ ഈ പുസ്തകത്തിലെ ആദ്യത്തെ ലേഖനം ആൻഡമാനിനെ കുറിച്ചാണ്. സാധാരണ ആശാ മേനോൻ ഒരു സമുദ്രയാത്ര നടത്തിയിട്ടില്ല എന്നുള്ള ഇതിനു മുമ്പുള്ള പുസ്തകങ്ങളിലൊക്കെ വായിക്കുമ്പോൾ ഉണ്ടായിരുന്നു. സമുദ്രത്തിലേക്ക് അത്ര ഗാഠമായിട്ട് ഇറങ്ങിയിട്ടില്ല. അദ്ദേഹം മറീന ബീച്ചിലും കന്യാകുമാരിയിലും ഗോവയിലും ഒക്കെ പോയിട്ടുള്ള യാത്രാ വിവരണങ്ങളുണ്ട്. എങ്കിലും ഈ ആൻഡമാനിലെ ഹരിത ജലരാശി, നീലഹരിത ജലരാശി, അതിൻ്റെ ആ ഗാഠത, സൗന്ദര്യം, അതിൻ്റെ ഒരു സ്വപ്നഭരിതമായ അവസ്ഥ, കടലാത്രകളെക്കുറിച്ചൊക്കെ ആശാ മേനോൻ എഴുതുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്ന അദ്ദേഹത്തിൻ്റെ മോബി ഡിക്ക് ഒരു ജലജീവി സ്തവം എന്നൊരു ലേഖനം ആദ്യമായിട്ട് എഴുതിയിരുന്നു. അതായത് ഹെർമൻ മെൽവിലിൻ്റെ മോബി ഡിക്ക് എന്ന പുസ്തകത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയ ഒരു ആസ്വാദനമാണ് ഈ മോബി ഡിക്ക് ഒരു ജലജീവി സ്തവം. അപ്പോൾ ഹെർമൻ മെൽവിലിൻ്റെ ആ കൃതിയിൽ മോബി ഡിക്ക് എന്നൊരു വലിയ തിമിംഗലത്തെ ആക്രമിക്കാനായിട്ട് ക്യാപ്റ്റൻ അഹാബും കൂട്ടരും പോകുന്ന ഒരു യാത്രയെക്കുറിച്ചും മോബി ഡിക്ക് എന്നുള്ളൊരു വെളുത്ത തിമിംഗലത്തിൻ്റെ ഒരു അതീന്ദ്രിയമായ കഴിവുകളും അങ്ങനെ പല ഒരുപാട് ഭാവനാത്മകമായ കാര്യങ്ങളുണ്ട്. അത് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മാനസികമായ ഒരു അനുഭൂതിയാണ് ലഭിക്കുന്നത്. പക്ഷേ ആ യാത്രകളെക്കാൾ സ്വന്തമായ ഒരു യാത്രയാണിത്. വേറൊരു കസൻസാക്കിസിൻ്റെ പുസ്തകങ്ങളെക്കുറിച്ച് ODCയുടെ എസക്കിൾ ഒരു ആധുനിക ആമുഖം എന്ന് പറയുന്ന ബുക്കിൽ കപ്പൽ യാത്രകളാണ് ആത്മഗേഹം എന്ന് പറഞ്ഞിട്ടുണ്ട്. പലതവണ അദ്ദേഹം ഈ വാക്യം വീണ്ടും ആവർത്തിച്ച് എഴുതിയിട്ടുണ്ട്. കപ്പൽ യാത്രകളാണ് എൻ്റെ ആത്മഗേഹം എന്ന്. ഒഡീസിയസ് എന്നുള്ള ആ യാത്രികൻ അദ്ദേഹം
നമ്മൾ വായിച്ചിട്ടുള്ള ഒഡീസി എന്നുള്ള പുസ്തകത്തിലെ യാത്രകളൊക്കെ കഴിഞ്ഞ ശേഷം ടെലമാക്കസ് എന്നുള്ള മകനെ സ്വസ്ഥാനത്ത് രാജാവാക്കിയ ശേഷം വീണ്ടും കപ്പൽ യാത്രകളിലേക്ക് പോയി. അവസാനം കപ്പൽ യാത്രകളിലാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം. അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. അദ്ദേഹം വളരെ ഉള്ളിലെടുത്തിട്ടുള്ള ഒരു വാക്യമാണത്. ആൻഡമാനിലെ ജലരാശി എന്നുള്ളത് വായിക്കുമ്പോൾ അങ്ങനെയൊന്നും അല്ലാത്തൊരു സമുദ്രാനുഭവമാണ്. സ്വന്തമായി കപ്പലിൽ പോയി കഴിയുമ്പോൾ നമ്മൾ വായുവിലൂടെ പോകുന്ന അനുഭവമല്ല, കപ്പലിൽ കൂടെ പോകുമ്പോൾ ശരിക്കും സ്പൃശ്യമായ ഒരു ജലരാശി, ഹരിതവും നീലവും കലർന്ന ആഴിക്കങ്ങേ കരയുണ്ടോ എന്നൊക്കെയുള്ളൊരു സിനിമാ പാട്ട് ഞാൻ പണ്ട് കാലത്ത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആൻഡമാനിലെ ഹരിത നീല ജലരാശി തികച്ചും ആത്മാവിനെ ഹർഷഭരിതമാക്കിയ ഒരു അനുഭവമായി എന്നാണ് അദ്ദേഹം പറയുന്നത്. നീലത്വത്തിൻ്റെ നീല വിസ്മൃതി, കടലിൻ്റെ യഥാർത്ഥത, വിമാനങ്ങൾ പോകുന്നതിനേക്കാളും യഥാർത്ഥമായ അനുഭവമാണ് കടലിൽ സഞ്ചരിക്കുന്നതെന്ന്. ഹാവ്ലോക്ക് ദ്വീപിലെ സമുദ്രസ്നാനമാണ് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അതിലെ ഒരു അനുഭവം. സമുദ്രം എന്ന് പറഞ്ഞാൽ ആ ജലരാശി ഗർഭജലത്തിൻ്റെ ചൂടാണ്. ആ ജലത്തിനെന്നാണ് പറയുന്നത്, ഗർഭജലത്തിൻ്റെ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ ആ ഊഷ്മാവുള്ള കടലിറങ്ങുമ്പോൾ നമ്മുടെ അമ്മയുടെ മടിത്തട്ടിലേക്ക് തിരിച്ചു പോകുന്ന പോലെയുള്ള ഒരു അനുഭൂതിയാണ്. അവിടെയുള്ള അതിൻ്റെ സാന്ത്വനം, ജലത്തിൻ്റെ മർദ്ദം, ഊഷ്മാവ്, അങ്ങനെയെല്ലാം അനുഭവിച്ച് ജലസാന്ത്വനങ്ങളും ജലവേഗങ്ങളും എല്ലാം അനുഭവിച്ച് അദ്ദേഹം കൈശോരം തിരിച്ചു കിട്ടുകയാണെന്ന് പറയുന്നത്. തനിക്ക് ചെറുപ്പകാലം മടക്കി കിട്ടുന്നു, കൈശോരവും യൗവനവും ഒക്കെ തിരിച്ചു കിട്ടിയ ഒരു അനുഭവമാണ് അദ്ദേഹം പറയുന്നത്. മരതശോഭയാർന്ന ജലശയ്യ, നമ്മളെ ആൻഡമാനിലെ കാലുഷ്യങ്ങൾ പറയുന്നുണ്ട്. അതായത് കാലാപ്പാനിയൊക്കെ അവിടെ ഉള്ളതാണ്. പല പല ദുഷ്ടതകളും ബ്രിട്ടീഷ് ഭരണകാലത്ത് അവിടെ നടന്നിട്ടുണ്ട്. അതിനെല്ലാം ഒരു സാന്ത്വനം. അങ്ങനത്തെ പല ചരിത്രങ്ങളിലും രംഗങ്ങളിലും എല്ലാം നമ്മൾ ഒരുപാട് കാലുഷ്യങ്ങൾ നേരിട്ടിട്ടുണ്ട്. പക്ഷെ അതിൽ സംഭവിച്ച നന്മകളെ നമ്മൾ മറന്നു പോകാൻ പാടില്ല. കൊളോണിയൽ കാലത്താണെങ്കിൽ പോലും ഡൽഹൌസിയിലെ മന്ദിരങ്ങളും അവിടുത്തെ സൗകര്യങ്ങളൊക്കെ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കി വെച്ചതാണ്. അതുപോലെ റെയിൽവേ സിസ്റ്റമൊക്കെ ആണെങ്കിലും ഇന്ത്യയുടെ പാരിസ്ഥിതിക അവസ്ഥകളും മാനിച്ചുകൊണ്ടാണ് അവരതെല്ലാം ചെയ്തു വെച്ചത്. അപ്പോൾ അതിലെ നന്മകൾ, അവരെ നമ്മൾ ദുഷിക്കുന്നുണ്ടെങ്കിൽ, അവരെ നമ്മൾ വിദ്വേഷിക്കുന്നുണ്ടെങ്കിലും നന്മകൾ മറന്നു പോകാൻ പാടില്ല എന്നൊരു പാഠവും അദ്ദേഹം പറയുന്നുണ്ട്. ഹിമാലയം, പിന്നെ ഹിമാലയമാണ് എൻ്റെ ആത്മഗേഹം എന്ന് അദ്ദേഹം പറയാതെ പറയുന്ന ഒരു വാക്യമാണ്. കപ്പൽ യാത്രകളാണ് ഒഡീസിയസിൻ്റെ ആത്മഗേഹമെങ്കിൽ ഹിമാലയമാണ് എൻ്റെ ആത്മഗേഹം എന്ന് ആശാമേനോൻ പറയുന്നത് പോലെ നമുക്ക് തോന്നും. മണിമഹേഷ് യാത്രയെക്കുറിച്ചുള്ള ഒരു അതായത് ഓരോ വൃക്ഷവും ഓരോ സംജ്ഞകൾ എന്നുള്ള യാത്ര, അതിൽ ഈ മണിമഹേഷ് കൈലാസിലേക്കുള്ളൊരു യാത്രയാണ്. ഇത് 2-3 തവണ പോയിട്ടും സാധിക്കാത്ത ഒരു യാത്രയാണ്. സംപ്രാപ്തമാവാത്ത യാത്രകൾ എന്നൊരുള്ളൊരു ലേഖനത്തിൽ അദ്ദേഹം അങ്ങനെ സാധിക്കാത്ത യാത്രകളെക്കുറിച്ചും പലതും എഴുതുന്നുണ്ട്. സാധിച്ചില്ലെങ്കിലും അവിടെ വരെ നമ്മൾ എത്തി, അത് നമ്മുടെ ഒരു അനുഭവമായിരുന്നു. സാധിച്ചില്ല എന്നുള്ളത് ഒരു നിരാശയല്ല, അത് നമുക്ക് സാധിച്ചില്ല എന്നുള്ള ഒരു അനുഭവത്തെ സ്വീകരിക്കുക എന്നാണ് അദ്ദേഹത്തിൻ്റെ നയം. അപ്പോൾ ഹിമാലയം ഈ സഞ്ചാരിക്ക് എത്ര അകത്ത് ചെന്നാലും എത്ര അടുത്ത് ചെന്നാലും മതിയാവാത്ത ഒരു ആത്മഗേഹമാണ്. ഹിമാലയത്തിലായിരിക്കുക എന്നാണ് പ്രധാനമെന്നാണ് അദ്ദേഹം പറയുന്നത്. എത്ര തടസ്സങ്ങളുണ്ടായാലും എത്ര കണ്ട് പോയാലും ഹിമാലയം നമുക്ക് മതിയാവാറില്ല. ഇപ്പോൾ എനിക്കും കുറേശ്ശെ ആ ഒരു മനസ്സിലായി തുടങ്ങി. അതായത് ഹിമാലയത്തിൽ എത്ര തവണ പോയാലും അടുത്ത വർഷവും ആ സമയമാകുമ്പോൾ ഹിമാലയത്തിൽ പോയില്ലല്ലോ എന്നുള്ള ഹിമാലയത്തിൻ്റെ വിളിയുള്ളിൽ മുഴങ്ങുന്നുണ്ട്. നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ കൊണ്ട് പോകാൻ സാധിക്കാത്ത പലപ്പോഴും ഹിമാലയം നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ളൊരു ഫീലിംഗ് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ അനുഭവങ്ങളാണ് അദ്ദേഹത്തെ ഹിമാലയത്തിന് മണിമഹേഷ് 3 തവണ അപ്രാപ്യമായപ്പോഴും നിരാശകളല്ല, ആ അനുഭവ ഗാഠതയാണ് അദ്ദേഹത്തെ ത്വരിപ്പിക്കുന്നത്. യാത്രയിലെല്ലാം എത്ര ഉല്ലാസം എന്നുള്ളതല്ല, യാത്രയിൽ എത്ര നിശബ്ദതയാണ്, നമ്മളെത്ര ഉള്ളിലേക്ക് ആഴുന്നു, എല്ലാ യാത്രകളിലും അദ്ദേഹത്തിന് ആന്തരയാത്രകളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്നാണ്. ഓരോ സ്ഥലങ്ങളിൽ പോയതിൻ്റെയും അവിടുന്ന് ഇങ്ങോട്ട് ഇത്ര കിലോമീറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളല്ല ശ്രദ്ധിക്കേണ്ടത്. അത് നമ്മൾ എത്ര അതിലേക്ക് ആഴ്ന്നിറങ്ങുന്നു, അദ്ദേഹം അതിലേക്ക് എത്ര നിശബ്ദനാവുന്നു, ആന്തരയാത്രകൾ നടത്തുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ യാത്രാവിവരണങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിലെ സ്വർണ്ണാഭയും അതേസമയം അവിടെ ഉണ്ടായ കാലുഷ്യങ്ങളും അതുപോലെ കലാപങ്ങളും ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനൊക്കെ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രവാചകൻ്റെ വഴി എന്നുള്ള OV വിജയൻ്റെ നോവലും ഒക്കെ ഇതിൽ പരാമർശിക്കുന്നുണ്ട്. ഈ മണിമഹേഷ് യാത്രയുടെ കൂടെ അമൃത്സറും ഒക്കെ ഉണ്ടായിരുന്നു. തീർത്ഥാടകർക്ക് അന്നം വിളമ്പുക എന്നുള്ള ഒരു സബര്യ സിഖുകാരും ഈ മണിമഹേഷ് യാത്രക്കാലത്ത് അവിടുത്തെ പഹാടികളും എല്ലാം നടത്തുന്ന മനോഹരമായ ഒരു സബര്യ. അതായത് തീർത്ഥാടകർ വിഷമിച്ചും വലഞ്ഞും വരുന്നവർക്ക് സദ്യയൂട്ടി അവരെ തൃപ്തിയാക്കി വിടുക എന്നുള്ള ഒരു ആത്മസാഫല്യത്തിൻ്റെ കഥ. അതാണ് ഭാരതീയമായ ഒരു പാരമ്പര്യമായിട്ട് അദ്ദേഹം അതിനെ കാണുന്നുണ്ട്. അതിഥി ദേവോ ഭവ എന്നൊരു ആപ്തവാക്യം നമുക്കുണ്ടായിരുന്ന പലതും ഇല്ലാതായിക്കൊണ്ടിരുന്ന ഒരു കാലത്ത് പലതും ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഓർമ്മിക്കാനും കൂടി നമുക്ക് ഇതൊക്കെ ഉപകരിക്കും.
മണിമഹേഷിലേക്ക് സന്നദ്ധനാകുമ്പോൾ, സാറ് വായിച്ചു ആ വാക്യം, മണിമഹേഷിലേക്ക് സന്നദ്ധനാകുമ്പോൾ മഹേശ്വരൻ നിങ്ങളെ വിളിക്കും. സെൻ ആചാര്യനായ മാത്യസൻ ഇതുപോലെ തന്നെ മഞ്ഞുപുലിയെ കാണാൻ അവസരം, ഞാൻ സന്നദ്ധനാവുമ്പോൾ മഞ്ഞുപുലി എനിക്ക് എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടും, ആവിർഭവിക്കും എന്നുള്ളൊരു വിശ്വാസം, അത് ആ സെൻ ചിന്തയുടെ പ്രതിഫലനമാണ്. പിന്നെ വാഗാ ബോർഡറിലെ യുദ്ധസന്നാഹങ്ങളുടെ പ്രദർശനങ്ങളും ഓരോ സ്ഥലത്തു നിന്നുള്ള ആ സൂക്ഷ്മ വീജികളെയാണ് അദ്ദേഹം പിടിച്ചെടുക്കുന്നത്. ഹരിതം എന്ന് പറഞ്ഞാൽ അത് കണ്ണിലുടക്കാതിരിക്കില്ല. ഇതിൻ്റെ പേര് തന്നെ ഓരോ വൃക്ഷവും ഓരോ സംജ്ഞകളെന്നാണ്. അദ്ദേഹം ഓരോ സ്ഥലത്തും പോകുമ്പോഴും അദ്ദേഹത്തിന് ആ ഹരിതവും വൃക്ഷങ്ങളുമാണ് അദ്ദേഹത്തിനെ കൂടുതൽ പിടിച്ചു നിർത്തുന്നതെന്നാണ്. 2-3 തമാല വൃക്ഷങ്ങൾ ഈ യാത്രയിൽ തന്നെയുണ്ട്. തമാല വൃക്ഷങ്ങൾ പല സ്ഥലങ്ങളിൽ കണ്ടെത്തി. അതുപോലെ മറ്റു സ്ഥലങ്ങളിൽ അരയാലികൾ കണ്ട് അദ്ദേഹത്തെ അതിനെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. അതുപോലെ നഗ്രോധ വൃക്ഷങ്ങൾ, അതിനെക്കുറിച്ച് അതിനു മുമ്പുള്ള യാത്രകളിലുണ്ട്. ഒറ്റയ്ക്ക് പൂക്കുന്ന വാഗ എന്നൊരു ലേഖനം അദ്ദേഹത്തിൻ്റെ ആ അടരുന്ന കക്കുകൾ എന്നുള്ള പുസ്തകത്തിലുണ്ട്. അത് ശരിക്കും അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സംജ്ഞയായിട്ടാണ് ഞാൻ കണക്കാക്കിയിരിക്കുന്നത്. ഒറ്റയ്ക്ക് പൂക്കുന്ന വാഗ സ്വയം അദ്ദേഹത്തെ തന്നെ സൂചിപ്പിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു. അതേപോലെ ഇപ്പോൾ ഈ അജന്ത എല്ലോറ, ഈ പുസ്തകത്തിൻ്റെ അവസാനം കൊടുത്തിരിക്കുന്ന അജന്ത എല്ലോറയിൽ പേരാലികളാണ്. എല്ലോറയിലേക്കുള്ള പാതയിൽ നിറഞ്ഞു നിൽക്കുന്ന പേരാലികളെക്കുറിച്ച് അതിൽ ധാരാളമായി അദ്ദേഹം ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ വൃക്ഷവും അദ്ദേഹത്തിന് ഓരോ സംജ്ഞകളായിട്ട് ഭവിക്കുകയാണ്. പിന്നീട് കുരുക്ഷേത്രവും ബ്രഹ്മസരോവരും ഒക്കെ സാധാരണ തീർത്ഥാടകർ തേടിപ്പോകുന്ന ക്ഷേത്ര ദർശനങ്ങളും മോക്ഷകാംക്ഷകളും അങ്ങനത്തെ ഒന്നും അല്ല അദ്ദേഹത്തിൻ്റെ ആവശ്യം. അദ്ദേഹം കാണുന്നത് ഒരു വൃക്ഷവും ഒരു ജലാശയവും കണ്ടാൽ തന്നെ അദ്ദേഹം വളരെ സംതൃപ്തനാവും. ആ വൃക്ഷത്തിൻ്റെയും ആ ജലാശയത്തിൻ്റെയും ചിന്തകളിലൂടെ അദ്ദേഹം സംതൃപ്തനായിത്തീരുന്നത് ഞാൻ പലപ്പോഴും നേരിട്ട് കണ്ടിട്ടുണ്ട്. മഹാഭാരത ചരിതങ്ങൾ പറയുന്നുണ്ട്. അതിൽ ചില ചോദ്യങ്ങൾക്കൊപ്പം കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ ധാർമ്മികതയെക്കുറിച്ചും അതിൻ്റെ സാങ്കത്യത്തെക്കുറിച്ചും ചരിത്രത്തിൻ്റെ അതീതങ്ങളിലേക്കുള്ളൊരു ദൂരദർശിനിയായിട്ട് ഈ ബ്രഹ്മസരോവരത്തെ അദ്ദേഹം കാണുന്നുണ്ട്. യാത്രക്കിടയിൽ അതിനിടയ്ക്ക് പല സന്ദർഭങ്ങളും ഉണ്ടാകുന്നുണ്ട്. സംഘാടകരുടെ പണം മോഷ്ടിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അംഗങ്ങളെല്ലാം പണം പിരിച്ചെടുത്ത് അത് റീഇംബേഴ്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള അവസരങ്ങളിൽ ഈ യാത്രയിൽ നമ്മളിലെല്ലാം നന്മ പൂത്തു വരുന്ന പല ഘട്ടങ്ങളും ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുന്നു. പല പരീക്ഷണ ഘട്ടങ്ങളും നമ്മൾ സാധാരണ ജീവിതത്തിൽ നമ്മൾ ചിലപ്പോൾ മൈൻഡ് ചെയ്തൊന്നും വരില്ല. പക്ഷേ യാത്രയിൽ നമ്മൾ ഇത്രയും പേരൊന്നിച്ച് ഒരു ബസ്, ഒരു വീട് പോലെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലെ സംഘാടകൻ്റെ പൈസ പെട്ടെന്ന് വഴിയിൽ നിന്ന് ബൈക്കിൽ വന്ന് തട്ടിക്കൊണ്ടുപോയ ആളുകൾ, അപ്പോൾ പെട്ടെന്ന് പൈസ കൊടുക്കേണ്ട പൈസയാണെന്ന് അവർ മനസ്സിലാക്കി എല്ലാവരും ഒരു നിർബന്ധവും കൂടാതെ സ്വയമായി കോൺട്രിബ്യൂട്ട് ചെയ്ത് പൈസ തിരിച്ചു കൊടുത്ത കാര്യം, അതാണ് യാത്രയിൽ നമ്മുടെ നന്മകൾ പൂക്കുന്നു എന്ന് പറയുന്നത്. നല്ല ചിന്തകൾ നമ്മളിലേക്ക് ഉണ്ടായി വരുന്നു. യാത്ര ഉറയൂരലാണെന്നും ശുശ്രൂഷയാണെന്നും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം അത് അനാസക്തിയുമാണെന്ന് അദ്ദേഹം പറയുന്നു. അനാസക്തിയാണ്, നമ്മുടെ പണത്തിനോട് കടിച്ചു പിടിച്ച് നിൽക്കാതെ നമ്മൾ അനാസക്തരാകുകയാണ്, അത് ചിലവഴിക്കാൻ നമ്മൾ തയ്യാറാവുകയാണ്. പിന്നെ കിന്നര കൈലാസമാണ്. കിന്നര കൈലാസത്തിനെ കുറിച്ചുള്ളൊരു ആവിഷ്കരണം തുടങ്ങുന്നത് ഒരു മനുഷ്യൻ്റെ നിസ്കാരത്തിലൂടെയാണ്. സാത്വികമായ ഒരു നിസ്കാരം, ഒരു മനുഷ്യൻ നിസ്കരിക്കുന്നതിൻ്റെ കാഴ്ചയിൽ നിന്നുള്ളൊരു സാത്വിക ഭാവങ്ങളിലൂടെയാണ് അത് തുടങ്ങുന്നത്, ആ ആവിഷ്കാരം തുടങ്ങുന്നത്. ഈ ആഖ്യാനത്തിൽ യോഗാനുസരണവുമായിട്ടുള്ള സാമ്യം പറയുന്നുണ്ട്. നിർലേപമായ ഒരു സന്ധ്യ അതിലൂടെ പ്രാർത്ഥനാ നിർഭരവും പ്രസാദപൂർണവുമാവുകയാണ് ആ നിസ്കാരത്തിൻ്റെ കാഴ്ചയിലൂടെ. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട എനിക്ക് വളരെ ഹൃദയസ്പർശിയായിട്ട് തോന്നിയ ഒരു ആഖ്യാനം ശതദ്രു എന്ന നദിയെക്കുറിച്ചാണ്. സത്ലജ് എന്ന് പറയുന്ന നദിയാണ് ശതദ്രു. അപ്പോൾ ആ ശതദ്രു എന്ന നദി, അതായത് വസിഷ്ഠമുനി ഒരിക്കൽ പുത്രദുഃഖം കൊണ്ട് ആത്മഹത്യയ്ക്ക് ഒരുങ്ങുകയായിരുന്നു. ആത്മഹത്യയ്ക്ക് നദിയിൽ ചാടിയപ്പോഴത്തേക്കും നദിക്ക് മനസ്സിലായി ഈ മുനി വളരെ ശ്രേഷ്ഠനാണ്, ജീവിച്ചിരിക്കേണ്ടത് ആവശ്യമാണെന്ന് മനസ്സിലായി. നദി 100 പിരിഞ്ഞു, തൻ്റെ ആഴം കുറച്ചു. 100 പിരിഞ്ഞൊഴുകിയപ്പോൾ അതിൻ്റെ ആഴം കുറഞ്ഞു. അങ്ങനെ ആ മുനിയെ സംരക്ഷിച്ചു ഈ നദി. അതാണ് ശതദ്രു, 100 ശാഖകളുള്ള നദി. അപ്പോൾ അത് സത്ലജ് എന്നുള്ള പേരാണ് പിന്നീട് അറിയപ്പെട്ടത്. അപ്പോൾ നമ്മുടെ ആ ഭാരതീയത തന്നെയാണ് അതിൽ വരുന്നത്. അതായത് നദികളും പർവ്വതങ്ങളും വൃക്ഷങ്ങളും എല്ലാം നമ്മുടെ സഹോദരന്മാരായി തീരുന്ന ഒരു അവസ്ഥയിലാണ് ഭാരതീയമായിട്ടുള്ള ആ ചിന്ത ഉണ്ടായതെന്നാണ് ചിന്തിക്കുന്നത്. കിന്നർ കൈലാസ ദർശനത്തിൽ അവിടെ ഹിന്ദു ബുദ്ധ മത ചിന്തകളിലെ ആസ്തികതയെക്കുറിച്ചാണ് ശ്രദ്ധിക്കുന്നത്. ശിവദർശനങ്ങളിൽ പലയിടത്തും ശിവൻ കാളകൂടം വിഷം ഭക്ഷിച്ച ആളാണ്. കാളകൂടം ഭക്ഷിച്ചത് ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ്. അതായത് സമുദ്രമഥന സമയത്ത് കാളകൂടം പുറത്തു വന്നപ്പോൾ കാളകൂടം നിലത്ത് വീണാൽ ഭൂമി നശിച്ചു പോകും എന്നുള്ളതുകൊണ്ട് ആ കാളകൂടം കയ്യിൽ വാങ്ങി ശിവൻ ഭക്ഷിക്കുകയാണ് ഉണ്ടായത്. ശിവൻ്റെ കഴുത്തിൽ അത് കെട്ടി നിൽക്കുകയാണ്. ആ കഥ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. അപ്പോൾ ശിവനാണ് ലോകത്തിലെ ഏറ്റവും കാരുണ്യമുള്ള ആളെന്ന് നമ്മൾ സങ്കല്പിക്കാതെ ശിവനെ സംഹാര രുദ്രനായിട്ട് മാത്രം ചിന്തിക്കുന്നത് എന്താണെന്നാണ് അദ്ദേഹം ആലോചിക്കുന്നത്.
കിന്നർ കൈലാസിൻ്റെ വിദൂര ദർശനം അദ്ദേഹത്തെ ചിന്താപൂരിതനാക്കുമ്പോൾ സന്യാസി മഠവും ചിത്കുൽ ഗ്രാമവും മൃദുല സ്വഭാവികളായ പഹാടികളെക്കുറിച്ചുമൊക്കെ അദ്ദേഹം ചിന്തിക്കുന്നുണ്ട്. സാധാരണയായിട്ടുള്ള മൃദുല സ്വഭാവികളായുള്ള പഹാടികളെ അദ്ദേഹം ധാരാളമായി എപ്പോഴും പരാമർശിക്കാറുണ്ട്. വളരെ ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യരാണ്. സാധാരണ അവർ ക്രൂരതകളോ ദുഷ്ടതകളോ ഒന്നും കാണിക്കാത്ത ഈ വരുന്ന സഞ്ചാരികളോട് വളരെ സന്തോഷമായി പെരുമാറുന്ന കുറച്ച് ആൾക്കാരാണ്. സരാഹനിലെ ശക്തിപീഠം എന്ന് പറയുന്നത് ഒരു ഭീമാദേവിയുടെ ക്ഷേത്രമാണ്. ഭീമകാളി എന്ന് പറയും. നമ്മുടെ ദേവി മഹാത്മ്യത്തിലൊക്കെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഭീമകാളി ക്ഷേത്രമാണ്. അവിടെ അദ്ദേഹം പ്രാർത്ഥനാനിരതനാകുമ്പോൾ അവിടെ കേൾവിയുടെ അതീന്ദ്രിയതയാണ് അദ്ദേഹം അനുഭവിക്കുന്നത്. കേൾവി ശ്രോത്രത്തിനപ്പുറം, ചെവിക്കപ്പുറമുള്ള കേൾവിയാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. ചെവിക്കപ്പുറം, കേൾവിക്കപ്പുറം നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങുന്ന ഒരു മന്ത്രശബ്ദങ്ങൾ, നിശബ്ദതയും നിശ്ചലിതത്വവും അനുഭവിക്കുകയാണ്. ഇതാണ് നിശ്ചലിതത്വം എന്ന് അദ്ദേഹം മനസ്സിൽ വിചാരിക്കുന്നു. പിന്നെ പോകുന്നത് അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിൽ നമ്മുടെ സൈനിക ആവശ്യങ്ങൾക്കായിട്ട് നിർമ്മിക്കപ്പെട്ടിരുന്ന ഒരു ടണലിൽ കൂടെയുള്ള സഞ്ചാരം. പിന്നെ ഏറ്റവും പ്രധാനം ബിയാസ് നദിയിലുള്ള ജലകേളിയാണ്. ബിയാസ് നദി എന്ന് പറഞ്ഞാൽ വളരെ കുത്തൊഴുക്കുള്ള ഒരു നദിയാണ്. ഹിമൽപ്രദേശങ്ങളിലുള്ള നദികളെല്ലാം അങ്ങനെ കുത്തൊഴുക്കിൽ കുതിച്ച് ചാടിയാണല്ലോ വരുന്നത്. അതിൽ ജലകേളി റിവർ റാഫ്റ്റിംഗ് നടത്താൻ അദ്ദേഹം ഉദ്യുക്തനായി. അതായത് വളരെ പ്രായം കുറഞ്ഞ പലരും പേടിച്ച് കയറി നിന്നപ്പോഴും അദ്ദേഹം വളരെ സന്തോഷത്തോടെ ഈ റിവർ റാഫ്റ്റിങ്ങിൽ പോയി എന്നുള്ളത് എനിക്ക് വളരെ അത്ഭുതമായിരുന്നു. പ്രായം കുറഞ്ഞ പലരും മടിച്ചപ്പോൾ അദ്ദേഹം അത്യുത്സാഹത്തോടെ അതിനിറങ്ങുകയാണ്. നദീജല സ്പർശവും ആശ്ലേഷവും സമുദ്രസ്നാനം പോലെല്ലാം എന്നും പറയുന്നുണ്ട്. അതിലെ ഉന്മത്തത, ആ ജലശയിലേക്ക് ഉന്മത്തനായി പതിക്കുമ്പോൾ പ്രായം മുന്നോട്ട് പോകുന്ന പോലെയാണ് അദ്ദേഹത്തിന് തോന്നിയിരിക്കുന്നത്. കൈലാസയാത്രയിൽ അദ്ദേഹം പോഖ്റായിൽ ഗ്ലൈഡറിൽ പോകുന്ന കാര്യം ഇതുപോലെ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൈലാസയാത്രയിൽ 2009 തോന്നുന്നു. അപ്പോൾ പലരും ചെറുപ്പക്കാരും അടിച്ചു നിൽക്കുമ്പോൾ അദ്ദേഹം ഗ്ലൈഡറിൽ സഞ്ചരിച്ച് ഉന്നത സ്ഥലങ്ങളിലൂടെ ആ യാത്രയുടെ ആവേശം ഉൾക്കൊള്ളാൻ തയ്യാറായി. പ്രായം ഒരു പ്രശ്നമല്ല യാത്രയ്ക്കെന്നുള്ളതിൻ്റെ വലിയ ഉദാഹരണങ്ങളാണ്. ഞാൻ സമയം പോയെന്നറിയില്ല, ഞാൻ വേഗം പറഞ്ഞോളാം. ഇതെല്ലാം ഇത് അഭിരമിക്കലാണ്. ഇതെല്ലാം ആഴ്ന്നിറങ്ങളാണ്. ഓരോ അനുഭവങ്ങളിലേക്കും അദ്ദേഹം ആഴ്ന്നിറങ്ങുകയാണ്. അതായത് മനസ്സർപ്പിച്ചുകൊണ്ട് ഓരോ അനുഭവങ്ങളിലേക്കും അദ്ദേഹം അനുഭവിക്കുകയാണ്. ഈ നിമിഷം എന്നുള്ള രീതിയിൽ അദ്ദേഹം ആസ്വദിക്കുകയാണ്. നിഷ്പൃഹനാവാൻ കഴിഞ്ഞില്ല എന്നുള്ള അഴലോടെയാണ്. എനിക്കത് വേണ്ടാന്ന് വയ്ക്കാൻ കഴിഞ്ഞില്ല, എനിക്കതിലുള്ള ആഗ്രഹമുണ്ട് എന്നുള്ള ആ ദുഃഖം എൻ്റെ ഭാഗം തന്നെയാണെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്. ചരിത്രത്തിൻ്റെയും മതങ്ങളിലെയൊക്കെ വിദ്വേഷങ്ങൾ മറന്ന് മൈത്രിപരമായ സംഭവങ്ങൾ ഉൾക്കൊള്ളുക എന്നുള്ളൊരു മുമ്പ് പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു ആശയം ഇവിടെ വരുന്നുണ്ട്. പിന്നെ കാശ്മീർ യാത്രയാണ്. കാശ്മീരിലെ വൈഷ്ണോദേവി ക്ഷേത്രത്തിലെ ശ്രമകരമായ കാൽ മസിലൊക്കെ കോച്ചി വലിച്ച ബുദ്ധിമുട്ടുള്ള ഒരു ആരോഹണം കഴിഞ്ഞിട്ട് ആ ഗുഹാവാസിനിയായ ദേവിയുടെ ക്ഷേത്രത്തിന് പുറത്ത് നിൽക്കാനേ അദ്ദേഹത്തിന് തോന്നിയുള്ളൂ. അകത്തേ പോയി ആ ഭയങ്കരമായ തിരക്കിൽപ്പെട്ട് അവിടെ പോയി നിന്ന് ഭഗവതിയെ ദർശിക്കണം എന്നുള്ളതിനേക്കാൾ പുറത്തു നിന്ന് മനസ്സ് ദേവിയിൽ ഉറപ്പിക്കുക, അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഗുഹാന്തരത്തിലെ ദേവിയെ നേരിൽ കാണാതെ പുറത്തുനിന്ന് മനസ്സിൽ കണ്ട ഒരു അവിശ്വാസിയുടെയോ ഭൗതികവാദിയുടെയോ കാർക്കശ്യമല്ല നമ്മൾ കാണുന്നത്, മറിച്ച് സ്വന്തം ആത്മാവിലേക്ക് അനുഭവങ്ങളിലൂടെയുള്ള ഒരു ആന്തരയാത്രയാണ് ഇവിടെ കാണുന്നത്. പിന്നെ ദാൽ തടാകം ഇവിടെ ഫാദർ പറയുണ്ടായി. ദാൽ തടാകം എന്ന് പറഞ്ഞാൽ ശാന്തതയുടെ ആ സ്വസ്തി, അപാരമായ സ്വസ്തി, ജലവേഗത്തിലൂടെ നിർബാധമായ മനസ്സിലൂടെ വേഗമില്ലായ്മയിലൂടെ ഒരു നിസ്സീമതയുമായിട്ട് പങ്കുചേരുന്നു. ആ ഷമിനൻ എന്നുള്ള സഞ്ചാരിയുടെ സ്ഥായി ഭാവങ്ങളാണ് നമ്മൾ അറിയുന്നത്. ഇവിടെ ഓരോ കാഴ്ചയും അതിനനുസരിച്ച് വാല്യൂ ആഡഡ് ആയി തീരുകയാണ്. നമ്മൾ ഈ ധ്യാനത്തിൻ്റെ ശാന്തതയിലേക്കൊക്കെ അറിയുമ്പോൾ നമ്മളിലേക്കും ആ ധ്യാനമെല്ലാം വന്നു ചേരുന്നു. നമ്മളും ആ ഭാവത്തിലേക്ക് എത്തുന്നു എന്നാണ് എൻ്റെ അനുഭവം വായിക്കുമ്പോൾ. ആദ്യ കൈലാസത്തെ യാത്രയാണ് ഇത്. വടിവിലി പുരാതന ലിപി എന്നുള്ള ലേഖനം ആദ്യ കൈലാസത്തിലേക്കുള്ള യാത്രയാണ്. പഞ്ചകൈലാസങ്ങൾ എന്ന് പറയുന്നതിൽ മാനസരോവർ കൈലാസമല്ലാത്ത 4 കൈലാസങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ആദ്യ കൈലാസം. നമ്മുടെ ഭാരതത്തിൻ്റെയും ചൈനയുടെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നത്. നേപ്പാളും ആ അതിർത്തി പങ്കിടുന്നുണ്ട്. ആ ഭാഗത്താണ് ആദ്യ കൈലാസം നിലകൊള്ളുന്നത്. 5 പേർ കൂടി ഈജിപ്തിൽ പോയതും അതിൻ്റെയൊക്കെ ഞാൻ വിസ്തരിക്കുന്നില്ല, നേരം വൈകിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട്. പക്ഷെ ആ വഴിക്ക് പോകുമ്പോഴാണ് മാൽപ്പായ എന്നുള്ളൊരു ദുഃഖബിന്ദു അവിടെയുണ്ട്. കാരണം ഇതിനു മുമ്പ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് കൈലാസയാത്രയ്ക്ക് പോയ പ്രതിമാഭേദിയൊക്കെ ഉൾപ്പെടുന്ന ഒരു സംഘം കൈലാസയാത്രയ്ക്ക് പോയി അവിടെ ക്യാമ്പ് ചെയ്യുമ്പോൾ പെട്ടെന്ന് മലയിടിച്ചിലുണ്ടായി. ഒരു 200ഓളം പേരും കുതിരകളും എല്ലാം മണ്ണിനടിയിൽ പെട്ട് അന്നിരിക്കുകയുണ്ടായി. അത് വല്ലാത്തൊരു യാത്ര. ഹിമാലയത്തെ അറിയുന്ന യാത്രക്കാർക്കെല്ലാം വളരെ മാനസിക വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ആ ഭാഗത്തൂടെ സഞ്ചരിക്കുമ്പോൾ അവരെല്ലാവരും മൂകരാകുകയാണ് പതിവ്. പക്ഷെ അത് വളരെ കുറച്ച് പേരെ ഈ യാത്രയിൽ ബാധിച്ചുള്ളൂ. അതറിയാവുന്ന ആർക്കും
അതിലെ കൂടി മിണ്ടാതെ പോകാൻ പറ്റില്ലാത്ത ഒരവസ്ഥയാണെന്നാണ് പറയുന്നത്. അദ്ദേഹം അങ്ങനെ മാൽപ്പയെക്കുറിച്ച് എഴുതുന്നുണ്ട്. ജോളിങ്കോങ്ങിൽ നിന്ന് ജോളിങ്കോങ് എന്ന സ്ഥലത്തുനിന്ന് 3 കിലോമീറ്റർ ട്രെക്കിംഗ് നടത്തുമ്പോഴാണ് ആദ്യ കൈലാസത്തിലേക്ക് നമ്മൾ എത്തുക. ആ ആദ്യ കൈലാസം അവിടെ ഇറങ്ങുമ്പോൾ തന്നെ നമ്മളെ പുഞ്ചിരിച്ച്, നല്ല കാലാവസ്ഥയാണെങ്കിൽ പുഞ്ചിരിയോടെ നമ്മളെ തെളിഞ്ഞ് കണ്ടുകൊണ്ടിരിക്കും ആദ്യ കൈലാസം. ആ ട്രെക്കിങ്ങിലൂടെ കൈലാസം കണ്ട് പോകുമ്പോൾ മനോഹരമായ പർവ്വത കാഴ്ചകളൊക്കെ കാണുമ്പോൾ മതിമറന്നു പോകുന്നു നമ്മൾ. അത്രയും വളരെ സന്തോഷകരമായൊരു അനുഭവമാണ് ഈ ആദ്യ കൈലാസ യാത്ര. മഹാനാദത്തിൻ്റെ ഒരു മാത്രമാണ് ചിലർക്ക് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവിച്ചെങ്കിലും പലരും യാത്ര പൂർത്തിയാക്കാൻ പറ്റിയില്ലെങ്കിലും കണ്ടവർക്ക് വളരെ മനോഹരമായ ഒരു അനുഭവമായിരുന്നു. അതുപോലെ തന്നെയാണ് ഓം രേഖപ്പെടുത്തിയ ഒരു പർവ്വതമുണ്ട്, ഓം പർവ്വതം. ലിപുലേഖ് ചുരത്തിന് താഴെ ആ ഓം എന്നുള്ള പർവ്വതം നമ്മൾ അക്ഷരലിപി, അതായത് അറിയാവതല്ല തവ പരമാക്ഷരസ്യ പൊരുൾ എന്ന് എഴുത്തച്ഛൻ പറയുന്നുണ്ട്. അതുപോലെ ആ ഓം അവിടെ രൂപപ്പെടുത്തപ്പെട്ടത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അത്രയ്ക്കും അഭൗമമായ ഒരു അനുഭവമായിട്ട് ഈ ഓം പർവ്വത ദർശനമുണ്ട്. പിന്നെയും സമയം വൈകുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്തുകയാണ്. മറാഠ മണ്ണിൻ്റെ ആഗ്നേയം പറയാനുണ്ട്. മറാഠ മണ്ണിലെ ആഗ്നേയ ശിലകളിലാണ് എല്ലോറയിലെ കൈലാസ ക്ഷേത്രം പണിതുയർത്തിയിരിക്കുന്നത്. വളരെ മനോഹരമായ കൊത്തുപണികളും നമുക്ക് ചിന്തിക്കാനാവാത്ത വളരെ ആന്തരലോകങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ശില്പകലകളൊക്കെ ഉണ്ട് അവിടെ. അതിനുശേഷം അജന്തയിലേക്കാണ് പോയത്. അജന്തയും എല്ലോറയും തമ്മിലുള്ള താരതമ്യം അദ്ദേഹം പറയുന്നുണ്ട്. കാരണം അത്ര അജന്തയിൽ എല്ലോറയിൽ ഹിന്ദു ജൈന ബുദ്ധമതങ്ങളുടെ ഒരു സാമഞ്ജസ്യമാണുള്ളത്. അജന്തയിൽ അത് ബുദ്ധമതത്തിൻ്റെ ചിന്തകൾ മാത്രമാണ് അവിടെ. ബുദ്ധൻ്റെ പരിനിർവ്വാണവും ഒക്കെയാണ് അവിടെ പ്രധാനമായിട്ടും കാണിക്കപ്പെടുന്നത്. പിന്നെ പല ചിന്തകൾ ധാരാളം ഇനിയും വരുന്നുണ്ട്. സമയം വൈകുന്നതുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുകയാണ്. എല്ലാവരും ഈ പുസ്തകം ബാക്കി ഭാഗം വായിച്ചു നോക്കണം. ഞാൻ പകുതി പറഞ്ഞ് നിർത്തിയുകൊണ്ട് ബാക്കി വായിക്കാനൊരു താല്പര്യം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ശമനൻ്റെ വായന എഴുത്തിലൂടെ നമുക്ക് കിട്ടുന്നത് വളരെ ഉള്ളിൽ വിശദമായ ഒരു ആന്തരലോകങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് വിട്ടുപോകാൻ തോന്നാത്തൊരു എഴുത്താണെന്നാണ് എൻ്റെ അനുഭവം. ഈ അവസരത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.